നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഫ്രാൻസിലെ മോപ്പൈലർ എന്ന് പറയുന്ന നഗരത്തിലൂടെയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നമ്മൾ ഈ നഗരത്തിലേക്ക് വന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ നഗരത്തിൻ്റെ രാത്രി കാഴ്ചകളും അതോടൊപ്പം തന്നെ നമ്മൾ താമസിച്ച എയർബിഎൻബി സ്റ്റേയും ഒക്കെ നമ്മൾ കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എയർബിഎൻബി ഹോസ്റ്റിനെയും ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അവരോട് യാത്ര പറഞ്ഞ് ഈ നഗരത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായിട്ട് അവർ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു ബേക്കറി തപ്പിപ്പിടിച്ച് പോവുകയാണ്. അവിടുന്ന് ഒരു ചെറിയൊരു കേക്കൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്തതായി പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കായിട്ടുള്ള പാലസ് ഡി ലാ കോമഡി എന്ന് പറയുന്ന ഒരു മോണ്യുമെൻറ്റ് കാണാനായിട്ടാണ്. നല്ല കിടുക്കാച്ചി കേക്കായിരുന്നു കേട്ടോ. അതിനകത്ത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് €3. അപ്പം ആരെങ്കിലും ഈ മൊബൈലറിൽ വരുന്നുണ്ടെങ്കിൽ പോയി വിസിറ്റ് ചെയ്യുക. ഇന്നലെ നമ്മൾ ഡെൽഫിൻ്റെ കൂടെയും ടിമ്മിൻ്റെ കൂടെയൊക്കെ നടന്നു വന്നത് ഇതിലേക്കാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. ആ ഒരു വണ്ടി വന്നപ്പം ആ ഒരു ബാരിയർ താന്നു പോയത് കണ്ടോ. സെറ്റപ്പ് അല്ലേ? എനിക്കൊന്ന് ആ വണ്ടി പോയി കഴിയുമ്പോൾ അത് വീണ്ടും മേളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അത് തന്നെ. യെസ്, കൊള്ളാം. വൈകുന്നേരത്തെ പാർട്ടിക്ക് വേണ്ടിയിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻ്റാണ്. ഇതെല്ലാം അടുത്തടുത്ത് കടകളും റെസ്റ്റോറൻറ്റും മാത്രമാണ് കേട്ടോ ഇവിടെ. ഇവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ. എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുക, പിന്നെ പാർട്ടി ചെയ്യുക, അതുപോലെ തന്നെ ജീവിതം എൻജോയ് ചെയ്യുക. ഇതാണ് ഇവരുടെ ലൈഫ്. ഇപ്പം നമ്മൾ താമസിച്ച ഡെൽഫിൻ, അവരുടെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ അവർ വളരെ റിസ്ക് എടുത്താട്ടോ ഇങ്ങനെ ഒരു എയർബിഎൻബി സംഭവം നടത്തുന്നത്. ഒന്നാലോചിച്ച് നോക്കി, ഒരു പരിചയമില്ലാത്ത ഒരാളെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ ഈ സ്ഥലത്തൂടെ ഇന്നലെ വന്നതാണ് കേട്ടോ. ഇവിടെ ഫുൾ ആൾക്കാരായിരുന്നു. മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ വിൽക്കുന്ന ഒരു പൂക്കടയാണ് കേട്ടോ. ഫ്രാൻസിൻ്റെ പതാകയൊക്കെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. ഇതിനടുത്ത് എന്തോ സുനിയർ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കണ്ട ഒരു വലിയ ബിൽഡിങ്. എന്താണെന്ന് നോക്കാം. ഇതെന്തോ വിസ ആപ്ലിക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. കാരണം ഇതിൻ്റെ റിവ്യൂ എടുത്ത് നോക്കിയിട്ട് ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ അറിയിച്ചു കൊണ്ടിട്ട് ആൾക്കാർ മൊത്തം നെഗറ്റീവ് റിവ്യൂസാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതെ. ഇവിടെ ഒരു ലാ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കേട്ടോ. നമ്മളിതുപോലുള്ള ചെറിയ സിറ്റികളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ നടന്ന് എല്ലായിടവും കാണാൻ പറ്റും കേട്ടോ. ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ വൈനും ഗ്രോസറീസും വെജിറ്റബിൾസും എല്ലാം ഉണ്ട് കേട്ടോ. രണ്ട് മുഖങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു സിറ്റിയുടെ രണ്ട് മുഖങ്ങൾ കണ്ടു. ഒന്ന് രാത്രിയിലെ അടിച്ചുപൊളി മുഖവും പിന്നെ ഇപ്പോൾ രാവിലെ 9 മണിക്ക് നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷവുമാണ്. നമ്മൾ സ്വീഡനിൽ നിന്ന് വന്നുകൊണ്ടാണോ എന്നറിയത്തില്ല, ഫ്രാൻസ് അത്ര നീറ്റായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതായത് ചില തെരുവുകളിലൊക്കെ ചെറിയ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ താമസിച്ച അക്കോമഡേഷൻ ആണെങ്കിലും ശരി, അപ്പോൾ സ്വീഡിഷുകാരുടെ ആ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു ക്ലീനിനെസ് ഒന്നും അത്രയ്ക്കൊന്നും ഇവിടെ ഇല്ല കേട്ടോ. സ്വീഡൻകാർക്ക് വളരെ കൂടുതൽ എക്സ്പെക്റ്റേഷൻസാണ് ക്ലീനിങ്നെസ്സിൻ്റെ കാര്യത്തിൽ. അവരങ്ങനെ സാധാരണഗതിയിൽ എയർബിഎൻബി ഒന്നും അധികം ബുക്ക് ചെയ്യാറില്ല. അവർ കൂടുതലും ഹോട്ടൽസൊക്കെ തന്നെയാണ് ബുക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ 2 മിനിറ്റൂടെ ഉള്ളൂ നമ്മൾ പോകുന്ന ആ ഒരു അട്രാക്ഷനിലേക്ക്. ഇതുണ്ടോ, ഇവിടെ കൂടുതലും നൈഫും പിന്നെ എന്താ പറയുക ഒരു കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതലും ഈ കടയിൽ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട. ഇവിടെ €2 €3 നമുക്ക് ഇതുപോലുള്ള പേസ്ട്രിയും സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ. അത് കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ലഞ്ചും ഡിന്നറും ഒക്കെ ഒരു €10 ആവറേജ് ഒരാൾക്ക് വേണ്ടി വരും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2-3 സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓപ്പൺ ആകാൻ സമയമെടുക്കും കേട്ടോ. ഉണ്ടോ, രാവിലെ 9:30 ആയിട്ടുള്ളൂ. ഇത്രയും തിരക്ക്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സിറ്റിയുടെ ഒരു വൈബ്രൻസി നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇത്ര ആൾക്കാർ രാവിലെ തന്നെ ഇവിടെ, അതും ഇന്ന് വെള്ളിയാഴ്ചയാണ്, വീക്കെൻഡ് ഒന്നും അല്ല, എന്നിട്ട് കൂടിയും ഇത്ര ആൾക്കാർ കേട്ടോ. ഒരു ട്രാം വരുന്നുണ്ട്. ഒരു സിറ്റി പാസ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറങ്ങിയിട്ട് വരാമായിരുന്നു. പക്ഷെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അവിടെ കാണുന്ന ആ കഫേയിൽ ആൾക്കാർ സെർവ് ചെയ്യുന്നത് ഇവിടെ റോഡിന് ക്രോസ് ചെയ്ത് കേട്ടോ. അതായത് അതിൻ്റെ ഫ്രണ്ടിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു.
ഈ യൂറോപ്പിൽ നമ്മൾ കാണുന്ന ഈ ബിൽഡിങ്സൊക്കെ ഒരേ മാതൃകയിലാണ് കേട്ടോ, എല്ലാം പണിത് ഒഴിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അറിയില്ല ഇതിൻ്റെയൊക്കെ ശില്പി ഒരാൾ തന്നെയാണോ അതോ ഏതെങ്കിലും ഒരു സാമ്രാജ്യം പണി കഴിപ്പിച്ചതാണോ എന്നറിയില്ല. ഇവിടെ നമുക്ക് കുറച്ച് തൊപ്പികളും ഡ്രസ്സും ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വീണ്ടും കുറേ പൂക്കൾ വിൽക്കുന്ന കട കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് ഇവിടെ വളരെ ഒരുപാട് ഉപയോഗിക്കും ആൾക്കാർ. നമ്മളിപ്പോൾ താമസിച്ച വീട്ടിലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തൊക്കെയോ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ടൂറിസ്റ്റ് ഓഫീസുണ്ട് കേട്ടോ, നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം എന്താണ് ഇവിടെ. ഇവിടെ കുറച്ച് സുവനീറും ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ. ഇത് ഈ കാണുന്നത് പവലിയൻ പോപ്പുലാരെ എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക ആർട്ട് മ്യൂസിയമാണ്. 11 മണിക്ക് അത് തുറക്കത്തുള്ളൂ. ഇവിടെ ഒരു യഹൂദരുടെ ഒരു പ്രാർത്ഥനാലയം പോലെ ഒരു സംഭവം. അവിടെ നിന്നാണ് ഈ ആൾക്കാരൊക്കെ ഇറങ്ങി വന്നത് കേട്ടോ. നമുക്കറിയാം ജർമ്മനിയിൽ ഇവരെ ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്യാൻ നോക്കിയതാണ്. ഇവരെ ഈ ലോകത്തു നിന്ന് തന്നെ തുളച്ച് നീക്കാനായിട്ട് ശ്രമിച്ചതാണ്. പക്ഷേ അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് ഭയങ്കര ശക്തരായിട്ടുള്ള ആൾക്കാർ. നമ്മൾ പണ്ട് എവിടെയാണ്, എനിക്ക് തോന്നുന്നു ബുഡാപെസ്റ്റിൽ പോയപ്പോഴാണോ അതോ എവിടെയോ വെച്ച് ഇതുപോലെ ഇവരുടെ സിനഗോഗ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇവർ ഈ പിള്ളേരെ കറക്റ്റായിട്ട് എന്താ പറയുന്നത് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഇവരെ അവരുടെ വിശ്വാസത്തിൽ കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ മോപ്പൈലർ കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പള്ളിയിലേക്കാണ് കേട്ടോ. നമ്മളെല്ലായിടത്തും പോയി പള്ളി എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിൽ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ദേവാലയം അവിടുത്തെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും. കാണാൻ മാത്രമുള്ള സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് കൂടെ പോകാനായിട്ടൊരു കൂട്ടുകാരനെ കൂടെ കിട്ടി കേട്ടോ. Ça me fait marcher. This is YouTube, you know. YouTube video. No? No. Oh, okay. നമ്മൾ ഇന്ത്യയിൽ നിന്നാന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് ഞെട്ടും കേട്ടോ. കാരണം ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇതുപോലൊരു സ്ഥലത്ത് പുള്ളിക്കാരനെ കിട്ടിയത് കൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് പോകാം കേട്ടോ. ഓക്കെ. ഒരു ബാർബർ ഷോപ്പ്. C'est la place de la préfecture. Place des marchés. You are from France, which country? Country in Montpellier. ഓക്കെ. പുള്ളി ഇവിടുത്തെ ആൾ തന്നെ കേട്ടോ, മോപ്പലിയറിൻ്റെ ആൾ തന്നെയാണ്. ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചില്ല കേട്ടോ ഇവിടെ. കാരണം പുള്ളിക്കാരൻ വലിച്ചു വിട്ടാണ് നടക്കുന്നത്. യൂറോപ്പിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത് കേട്ടോ. ഈ പള്ളിയുടെ അടുത്ത് ഇതുപോലുള്ള കോഫി ഷോപ്സും അതുപോലെ തന്നെ എന്താ പറയുന്നത് കഴിക്കാനായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ഇത് നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നമ്മൾ ഇന്നലെ വന്ന പള്ളിയുടെ പേരും സെൻറ്റ് പിയറെ കത്തീഡ്രലാണ് കേട്ടോ. ജനീവയിൽ നമ്മൾ സെയിൻറ്റ് പിയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്വീഡനിൽ വന്നിട്ട് നമ്മുടെ ഒരു കൊളീഗുണ്ട് പിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിയുടെ പേരാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതെ ഇപ്പോഴാണ് മനസ്സിലായത്. ജനീവയിൽ നമ്മൾ കണ്ട അതേ പള്ളിയുടെ അതേ മാതൃകയിൽ തന്നെ കേട്ടോ ഇതും. അതായത് ആ പള്ളിയുടെ ഫ്രണ്ടിലും നമുക്കിതുപോലെ അധികം സ്ഥലമില്ലായിരുന്നു. ഓക്കെ. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ. പുള്ളിക്കാരൻ ജസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്താൽ കേട്ടോ. ഞാൻ വിചാരിച്ചിനി വല്ല ടൂറിസ്റ്റ് ഗൈഡാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത്ര ഉപകാരമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പൈസ ചോദിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ചോദിച്ചൊന്നുമില്ല. നമ്മളെന്തായാലും പെട്ടെന്ന് തന്നെ എത്തി. ഈ പള്ളിയുടെ ഈ ഒരു തൂണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ ഒരു പള്ളി ഭയങ്കര ഫേമസ് ആയത്. അപ്പോൾ നമ്മൾ സ്വീഡനിൽ വെച്ചാൽ നമ്മൾ നോക്കി വെച്ച സ്ഥലമാണ്. ഉണ്ടോ ഇതിൻ്റെ ആ ഒരു തൂണ് കണ്ടോ,
നല്ല മനോഹരമായിട്ട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. ഇതും ചിലപ്പോൾ കത്തോലിക്ക ദേവാലയമായിരിക്കും, പിന്നീട് പ്രൊട്ടസ്റ്റൻ്റ് ആക്കി മാറ്റിയതായിരിക്കും, അറിയില്ല. ഹിസ്റ്ററി നോക്കാം. ഈ സിറ്റിയിലെ ഏറ്റവും വലിയ പള്ളിയാണ് കേട്ടോ. അതൊരു നല്ല വലിപ്പമുള്ള പള്ളിയാണ്. ഈ പള്ളിയുടെ ചുറ്റിനും ഇവിടെ കണ്ടോ ചെറിയ ഇടവഴികളൊക്കെ കണ്ടോ. ഈ പള്ളി പണിതേക്കുന്ന അതേ മാതൃകയിൽ തന്നെയാണ് തോന്നുന്നു. ഈ ഒരു ചുറ്റുപാടുമുള്ള ബിൽഡിങ്സൊക്കെ പണിതേക്കുന്നത് ഒരേ കൺസ്ട്രക്ഷൻ തന്നെയാണ് കേട്ടോ. 10:30 തുറക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, പള്ളി തുറന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണാം. മനോഹരമായിട്ടുള്ള സംഗീതമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ഒരു കത്തോലിക് ദേവാലയം തന്നെയാണ്. ഗോത്തിക് സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കത്തോലിക് ദേവാലയമാണ്. ഈ ദേവാലയത്തിനുള്ളിൽ നമുക്ക് പോപ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഫോട്ടോ ഒക്കെ കാണാൻ പറ്റി. ഓക്കെ, എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ദേവാലയവും അന്തരീക്ഷവും. നമ്മൾ കുറച്ച് മുമ്പേ കണ്ട പിള്ളേർ വരുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആ അപ്പൂപ്പൻ്റെ കൂടെ വന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വന്നു. ഞാൻ പിള്ളേരാണോ ഇത് വേറെ പിള്ളേരാണോ എന്നറിയത്തില്ല. എന്തായാലും ഓക്കെ, പോകുന്നതിന് മുമ്പ് ഒരു നോക്ക് വീണ്ടും കാണാം. ഈ പള്ളിയേക്കാളും മനോഹരമായിട്ട് തോന്നിയത് പള്ളിയുടെ സറൗണ്ടിങ് ഏരിയ ആണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ട മറ്റൊരു പ്രത്യേകത, ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ ഒരു എന്താ പറയുന്നത് 200-300 വർഷങ്ങളൊക്കെ പഴക്കം ചെന്ന ബിൽഡിങ്സൊക്കെയാണ്. അങ്ങനെ വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെയാണ് കേട്ടോ ഒരുപാട് ബിൽഡിങ്സ് നിലനിൽക്കുന്നത്. വേറെ കുറേ പിള്ളേർ പോകുന്നുണ്ട്. ഇവിടെ ഒരു എനിക്ക് തോന്നുന്നു റൂം റെൻ്റൽസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു മാസത്തേക്കാണെന്ന് തോന്നുന്നു. €600, €700, €850 ഒരു ഏജൻസിയാണെന്ന് തോന്നുന്നു കേട്ടോ. പള്ളിയുടെ അടുത്താണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പിസേറിയ. ഓക്കെ, ഇപ്പോൾ സമയം 11 മണി. നമ്മുടെ ട്രെയിൻ 12:30-ക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ലഞ്ച് കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇന്നലെ രാത്രി നമ്മുടെ Airbnb ഹോസ്റ്റ് മനസ്സ് വെച്ചതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ രാത്രി തന്നെ കാണാൻ പറ്റി കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് ഒരു തായ് റെസ്റ്റോറൻ്റ് ആണ്. നമ്മുടെ ഏഷ്യൻ ഫുഡ് കഴിച്ചിട്ട് 2 ദിവസമായി.